അഭിനേത്രി സീമാജി നായരും നമുക്കൊപ്പം ചേരും വളരെ പെട്ടെന്ന്. ഞാൻ ശ്രീമതി ഗായത്രി വർഷ പറഞ്ഞതിലേക്ക് വീണ്ടും ശ്രീമതി ഗായത്രി വർഷ ഒരു ആഡ് ഓൺ ചെയ്ത് പറയുന്നത്, നല്ല കണ്ടന്റുകളൊക്കെ കൊണ്ടുവന്നിട്ട് ഇതൊക്കെ ആൾക്കാർ തിരസ്കരിച്ചു. അപ്പോൾ ഇതൊന്നും ഓടുന്നില്ലെങ്കിൽ ലാഭം കിട്ടില്ല, അത് പലരുടെ അതിജീവനം മുടങ്ങും. അതുകൊണ്ട് ഇങ്ങനെ ചില കണ്ടന്റുകൾ, അതൊരു വെറും ഫിക്ഷനാണ്, ആ കണ്ടന്റുകളാണ് നന്നായിട്ട് ഓടുന്നത്. അപ്പോൾ അതാണല്ലോ എടുക്കേണ്ടത്. അതിന് ഇത്രയ്ക്കും വിമർശിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അങ്ങനെയാണോ സീരിയൽ ഇൻഡസ്ട്രിയുടെ ഭാവിയൊക്കെ? എനിക്ക് ആ വാദം എന്താണെന്ന് എനിക്കറിയില്ല, അതിനെക്കുറിച്ചൊരു അഭിപ്രായം പറയാൻ എനിക്കറിയില്ല. നല്ല കണ്ടന്റ് ഇതാണ് ഓടുന്നത് എന്ന് പറയുന്നതിന്റെ ശരിതെറ്റുകൾ എന്താ എനിക്കറിയില്ല. പിന്നെ നമ്മൾ ജീവിക്കുന്നത് വലിയ പരസ്യങ്ങളുടെ കാലത്താണ്. ഇത് നല്ലതാണെന്ന് ഏതിനെയും പറയും, ഏറ്റവും നല്ലതിനെയും പറയും. ഇപ്പോൾ നേരത്തെ ഇദ്ദേഹം പറഞ്ഞ പോലെ മീനിന്റെ കാര്യം പറയുമ്പോൾ, ഒരാഴ്ചക്ക് മുമ്പ് കോയമ്പത്തൂരിൽ നിന്ന് കൊണ്ടുവന്ന മീന് കോട്ടയത്ത് വിൽക്കുമ്പോഴും പറയും ഇന്നലെ പിടിച്ച് ഫ്രഷ് മീൻ എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് കൃത്യമായ ധാരണയില്ലാത്തതുകൊണ്ട് ഞാനത് പറയുന്നില്ല. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞു വന്ന കാര്യം എന്തെന്ന് ചോദിച്ചാൽ, 2026 ആകുമ്പോൾ കേരളത്തിലെ ജനസംഖ്യയുടെ 25% വയോജനങ്ങളാണ്. അത് പഴയ വയോജനങ്ങളല്ല, കണ്ടും കാതും മൂക്കും ഒക്കെ തളർന്ന വയോജനങ്ങളല്ല. നല്ല ആരോഗ്യമുള്ളൊരു സംസ്ഥാനമാണ് നമ്മൾ. ഈ ആരോഗ്യമുള്ള സംസ്ഥാനത്ത് ആരോഗ്യമുള്ള വയോജനങ്ങൾ സീരിയൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന സീരിയലിന്റെ വ്യൂവർഷിപ്പ് കൂടണം. സീരിയലിന്റെ വ്യൂവർഷിപ്പ് ഞങ്ങളൊക്കെ ഈ MD കഥകളൊക്കെ അഭിനയിച്ചുകൊണ്ടിരുന്ന 20 വർഷം മുമ്പോ അല്ലെ 15 വർഷം മുമ്പോ ഉള്ള റേറ്റിംഗിൽ നിന്ന് അതിന്റെ 5-1 താണുപോയി. 25 വരെ ഉണ്ടായിരുന്ന ഇപ്പോൾ 10-ൽ താഴെ റേറ്റിംഗിലേക്ക് വന്ന് നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് സീരിയലിന്റെ റേറ്റിംഗ് താണിട്ടുണ്ടെങ്കിൽ അതിന്റെ കണക്ക് വെച്ചിട്ട് തന്നെ ഇനി തർക്കിക്കാൻ വരരുത്. കാരണം കൃത്യമല്ല കണക്കെങ്കിൽ പോലും വളരെ താഴ്ന്നു പോയിട്ടുണ്ട് റേറ്റിംഗ് എന്ന് പറയുന്ന സീരിയലിന്റെ കാഴ്ചക്കാർ. അതേസമയം ടെലിവിഷന്റെ കാഴ്ചക്കാർ 50% കൂടുകയാണ് ആനുകാലികമായി ചെയ്തിരിക്കുന്നത്. ടെലിവിഷന് പൊതുവായുള്ള കാഴ്ച കുറയുകയല്ല ചെയ്തത്. ടെലിവിഷന്റെ കാഴ്ചക്കാർ 59% കൂടിയിട്ടുണ്ട് എന്നുള്ള കണക്ക് വരുമ്പോഴാണ് സീരിയലിന്റെ കാഴ്ചകൾ കുറഞ്ഞു എന്ന് പറയുന്നത്. അപ്പൊ ഇത് പൊതുജനം പ്രതികരിക്കുന്നുണ്ട്. ഇപ്പോൾ പ്രേംകുമാർ സാർ പറയുന്ന പോലെ, ഞങ്ങൾ പറയുന്ന പോലെ വാക്കാൽ അതിന്റെ മെറിറ്റിനെ കുറിച്ചോ ഇല്ലായ്മയെക്കുറിച്ചോ പറയുന്നതിന് പകരം പൊതുജനം അത് നിഷ്കരുണം തള്ളിക്കളയുന്നുണ്ട്. ഞങ്ങൾ ഈ സീരിയലൊന്നും കാണുന്നില്ലെന്നേ എന്ന് പറയുന്ന അഭിമാനമായിട്ട് പറയുന്ന ഒരു വലിയ വിഭാഗത്തെ നമ്മളിപ്പോൾ പുറത്ത് കാണുന്നുണ്ട്. അപ്പം ഞങ്ങളുടെ വാദം ഇത്രയേ ഉള്ളൂ, ഈ പുറത്ത് ഇത് തള്ളിക്കളയുന്ന ജനങ്ങൾക്ക്, ഇത് കാണാൻ കൂട്ടാക്കാത്ത ജനങ്ങൾക്ക്, അഥവാ ഇത് കണ്ടിട്ട് കാണണ്ട എന്ന് പറയുന്ന ഒരു സമൂഹത്തിന് കാണണം, ഞങ്ങളിത് കാണുന്നുണ്ട്, നല്ല സീരിയൽ, നല്ല കണ്ടന്റ്, നല്ല മെസ്സേജ്. അല്ലെങ്കിൽ ഞാൻ ആദ്യം തുടങ്ങിയത് അതാണ്, കല കലയ്ക്ക് വേണ്ടി എന്നുള്ള ഡെഫിനിഷനൊക്കെ നമ്മൾ കളഞ്ഞു, കല സമൂഹത്തിന് വേണ്ടി എന്നുള്ള ഡെഫിനിഷനും നമ്മൾ കളഞ്ഞു, കല ജീവിതത്തിന് എന്ന് പറയുന്ന ഡെഫിനിഷനിലാണ് നമ്മൾ നിൽക്കുന്നത്. സമൂഹം അങ്ങനെയാണ് കലയെ കാണുന്നത്. ഏറ്റവും സ്വാധീനമുള്ള സീരിയലിനെ പൊതുജനം അങ്ങനെയാണ് കാണുന്നത് എന്നുള്ളതുകൊണ്ടാണ് വ്യൂവർഷിപ്പ് കുറയുന്നത്. അപ്പം അവർക്കും കൂടി കാണാൻ പറ്റുന്ന, അവർക്ക് കണ്ടാൽ പ്രയോജനമുള്ള, സമൂഹത്തിന്റെ നാളേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന രീതിയിലേക്ക് സീരിയൽ വരൂ. അതിന് ഞാനിപ്പോൾ ഇന്ന് അപർണ വിളിച്ചതിന് ശേഷം, നമ്മൾ ഈ ചർച്ച പ്ലാൻ ചെയ്തതിനു ശേഷം പ്രമുഖരായ 3 സംവിധായകരോട് ഞാൻ സംസാരിച്ചു. ഞാൻ നമുക്കൊരു ഓപ്പോസിറ്റ് വെർഷൻ കൊടുക്കുമ്പോൾ അഭിനേത്രി സീമാജി നായർ നമുക്കൊപ്പം ചേരുന്നു. വൈകിയാണ് സീമാജി.